ഹലോ ഫ്രണ്ട്സ്, ലേണേഴ്സ് ഓൺലൈൻ ട്യൂട്ടർ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയ ചാപ്റ്ററാണ് സെക്കൻഡ് ഇയറിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഒരു പ്യുവർ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ ഈ ചാപ്റ്റർ നമുക്ക് വളരെ വൃത്തിയിൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇതിൻ്റെ ബേസിക്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാണ്. ഫസ്റ്റ് ഇയറിലും ഇതേ ഒരു ചാപ്റ്റർ ഉണ്ട്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അവിടെ റിലേഷൻസിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ, എന്താണ് റിലേഷന്, എന്താണ് ഫങ്ഷന്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഒക്കെ, പിന്നെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, അങ്ങനെ ബേസിക്സ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചത്. സെക്കൻഡ് ഇയർ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ്, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്, ദെൻ ബൈനറി ഓപ്പറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് റിലേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ശ്രദ്ധിക്കണേ. സപ്പോസ് റിലേഷൻ ഫ്രം എ ടു ബി ആണ് ഡിഫൈൻ ചെയ്ത് കേട്ടോ. എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ദെൻ ശരിക്കും ശ്രദ്ധിച്ചോ. അപ്പോൾ വാട്ട് ഈസ് ദ റിലേഷൻ? റിലേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എന്താണ് റിലേഷൻ എന്ന് മനസ്സിലാക്കണം. റിലേഷൻ ഫ്രം എ ടു ബി, ഇവനെ വായിക്കുക ഇങ്ങനെ, ഈ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെ വായിക്കുക ഇങ്ങനെയാണ്, റിലേഷൻ ഫ്രം എ ടു ബി. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതെന്തായാൽ മതി? എ ക്രോസ് ബിൻ്റെ സബ്സെറ്റ് ആയാൽ മതി. അപ്പോൾ ഫസ്റ്റ് കോൺസെപ്റ്റ് എങ്ങനെയാണ്? റിലേഷൻ ഫ്രം എ ടു ബി, റിലേഷൻ ഫ്രം എ ടു ബി, എ ടു ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിൻ്റെ സബ്സെറ്റ് ആണ് എന്ത്? എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗത്തിലേക്ക് കടക്കാൻ പോവാണ്. ടൈപ്സ് ഓഫ് റിലേഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് റിലേഷൻസ്, ടൈപ്സ് ഓഫ് റിലേഷൻസ്, ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഒന്നാമത്തേതാണ് റിഫ്ലക്സീവ് റിലേഷൻ. ശ്രദ്ധിക്കണേ, റിഫ്ലക്സീവ്, റിഫ്ലക്സീവ് റിലേഷൻ. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വാട്ട് ഈസ് റിഫ്ലക്സീവ്? ഇനി സിമ്മട്രിക്, ട്രാൻസിറ്റീവ് ഒക്കെ ഉണ്ട്. റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഇഫ് എ ബിലോങ്സ് ടു ആർ ഫോർ എവരി എ ബിലോങ്സ് ടു എ. ഓക്കെ, ഇതാണ് റിഫ്ലക്സീവ് റിലേഷൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇഫ് എ ബിലോങ്സ് ടു ആർ, ഇവൻ്റെ മീനിങ്, ഇവൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫോർ എവരി എ ബിലോങ്സ് ടു എ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് ഉണ്ട്, എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. ഓക്കെ, ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്. നമ്മൾ ഈ സെറ്റിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ റിലേഷൻ്റെ, ഈ റിഫ്ലക്സീവ് റിലേഷൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എ ബിലോങ്സ് ടു ആർ ഫോർ എവരി എ ബിലോങ്സ് ടു എ. അതായത് ഇപ്പോൾ ഞാൻ എ എന്ന് പറയുന്ന സെറ്റിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. ഈ എയിലുള്ള എലമെൻ്റാണ് 1, 2, 3. അപ്പോൾ ഈ എയിൽ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ ആ റിലേഷനിൽ എന്തുണ്ടാവണം? എ എന്ന് പറയുന്ന ഫോർമാറ്റ് ഉണ്ടാവണം. ഫോർ എവരി എ ബിലോങ്സ് ടു എ. ഈ എയിലുള്ള എലമെൻ്റാണ് 1, 2, 3. അപ്പോൾ ആ റിലേഷനിൽ എന്ത് വേണം? എ എന്ന് പറയുന്ന ഫോർമാറ്റ് വേണം. അതായത് 1, 1, 2, 2, 3, 3 എന്ന് പറയുന്ന ഫോം ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? റിലേഷൻ റിഫ്ലക്സീവ് ആകുള്ളൂ. ഒരു സംശയം ഒരു കുട്ടിക്ക്, റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു, നോക്കിയേ, 1, 1, 2, 2. ഇത് റിഫ്ലക്സീവ് ആണോ? നോക്കിയേ, ഈ 1, 1, 2, 2, 3, 3 എന്താണ്? റിഫ്ലക്സീവ് ആണ് കേട്ടോ. കാരണം എ ബിലോങ്സ് ടു ആർ ഫോർ എവരി എ ബിലോങ്സ് ടു എ. ഫോർ എവരി എ ബിലോങ്സ് ടു എ എന്നുണ്ട് കേട്ടോ. എയിൽ 1, 2, 3 ഉണ്ടെങ്കിൽ എന്തൊക്കെ വേണം? 1, 1, 2, 2, 3, 3 വേണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷൻ എന്താവുള്ളൂ? റിഫ്ലക്സീവ് ആവുള്ളൂ. നോക്കിയേ, 1, 1, 2, 2 മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. 3 ഉണ്ടെങ്കിൽ 3, 3 വേണം. 4 ഉണ്ടെങ്കിൽ 4, 4 വേണം. അതാണ് ഫോർ എവരി എ ബിലോങ്സ് ടു എന്ന് പറഞ്ഞ ഏതൊക്കെ എലിമെൻറ്റ്സ് ഉണ്ടോ
1ഉം 2ഉം 3 ഉണ്ടെങ്കിൽ 1ഉം 2ഉം 3ഉം ഉണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷൻ എന്താവുള്ളൂ, റിഫ്ലക്സീവ് ആവുള്ളൂ. ഓക്കെ. ദെൻ ഇനി നെക്സ്റ്റ് ടൈപ്പ് റിലേഷൻ ആണ് സിമ്മട്രിക് റിലേഷൻ. ഓക്കെ, സിമ്മട്രിക്. അപ്പോൾ റിഫ്ലക്സീവ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി സിമ്മട്രിക്കിലേക്ക് വരാട്ടോ. സിമ്മട്രിക് റിലേഷൻ, സിമ്മട്രിക് റിലേഷൻ. ആദ്യം ഇതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുതരാം, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്ങും പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ വെച്ച് ഡിഫൈൻ ചെയ്തു തരാം കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കണേ. സിമ്മട്രിക് റിലേഷൻ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: if AB belongs to R implies, if AB belongs to R implies BA belongs to R for every AB belongs to A. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് സിമ്മട്രിക് റിലേഷൻ്റെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ആദ്യം ഇങ്ങനെ എഴുതുക: we know that a relation is said to be symmetric only if AB belongs to R implies BA belongs to R for every AB belongs to A. ഇനി ഇതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങനെയാണ്: റിലേഷനിൽ എ ബി എന്ന് പറയുന്ന ഫോർമാറ്റ് ഉണ്ടെങ്കിൽ, ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, റിലേഷനിൽ എ ബി എന്ന് പറയുന്ന ഫോർമാറ്റ് ഉണ്ടെങ്കിൽ ബി എ വേണം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാമേ. റിലേഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് എ ആണ്. സപ്പോസ് ആ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് എ കോമ ബി കോമ സി, ഇതാണ് നമ്മുടെ സെറ്റ്. സപ്പോസ് റിലേഷൻ ഇങ്ങനെയാണ്: ആർ ഇസ് ഈക്വൽ ടു, ഓക്കെ വെറുതെ ഇതാണ് ഒരു എക്സാമ്പിൾ ചെയ്താൽ കേട്ടോ, എ ബി, ഓക്കെ ബി എ. ഓക്കെ, കണ്ടീഷൻ എന്താ സിമ്മട്രിക്കിൻ്റെ? എ ബി ഉണ്ടെങ്കിൽ ബി എ വേണം. ഓക്കെ, ഫോർ എവറി എ ബി ബിലോങ്സ് ടു എ. റിലേഷനിൽ എ ബി ഉണ്ട്, എ ബി ഉണ്ടെങ്കിൽ എന്ത് വേണം? ബി എ വേണം. എ ബി ഉണ്ടെങ്കിൽ ബി എ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ റിലേഷൻ എന്താണ്? സിമ്മട്രിക് ആണ്. അപ്പോൾ ഒരു കുട്ടിക്ക് സംശയം, എ ബി ഇല്ലെങ്കിലോ? എ ബി ഇല്ലെങ്കിൽ ബി എ വേണ്ടാന്നല്ല, എ ബി ഇല്ലെങ്കിൽ ആ റിലേഷൻ എന്താണ്? സിമ്മട്രിക് ആണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ആ റിലേഷനിൽ ഒരു റിലേഷൻ സിമ്മട്രിക് ആവണമെങ്കിൽ റിലേഷനിൽ എ ബി എന്ന് പറയുന്ന ഫോർമാറ്റ് ഉണ്ടെങ്കിൽ ബി എ വേണം. എ ബി ഇല്ലെങ്കിലോ? എ ബി ഇല്ലെങ്കിൽ ബി എ വേണ്ട. അപ്പോൾ ഒരു റിലേഷൻ എപ്പോഴാണ് സിമ്മട്രിക് അല്ലാണ്ടിരിക്കുക? ആ റിലേഷനിൽ എ ബി എന്ന് പറയുന്ന ഫോർമാറ്റ് ഉണ്ടായിട്ട് ബി എ ഇല്ലാണ്ടിരുന്നാൽ. നോക്കിയേ, ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം, അപ്പോൾ ശരിക്കും മനസ്സിലാവട്ടോ. ഓക്കെ, എ ഇസ് ഈക്വൽ ടു സെറ്റ് 1,2,3, ഇതാണ് സപ്പോസ് നമ്മുടെ സെറ്റ്. റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു നോക്കിയേ 1 1 2 2 3 3 then 1 2 then 2 1 then 1 3. ഓക്കെ, സപ്പോസ് സിമ്മട്രിക്ക ചെക്ക് ചെയ്യുന്നത് കേട്ടോ, റിഫ്ലക്സീവ് ആണ്. കാരണം 1 1 2 2 3 3 ഉണ്ട്. റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് ആണ് ഓൾറെഡി. ഇനി സിമ്മട്രിക് ആണല്ലോ ചെക്ക് ചെയ്യാണ്. 1 2 ഉണ്ടെങ്കിൽ 2 1 വേണം, അതുണ്ട്. 1 3 ഉണ്ടെങ്കിലോ? 1 3 ഉണ്ടെങ്കിൽ 3 1 വേണം. 1 3 ഉണ്ടെങ്കിൽ 3 1 വേണം. ഇവിടെ 3 1 ഉണ്ടാ? ഇവിടെ 3 1 ഇല്ലല്ലോ. അപ്പോൾ 3 1 ഇല്ലാത്തത് കൊണ്ട് ഈ റിലേഷൻ എന്തല്ല? സിമ്മട്രിക് അല്ല. അപ്പോൾ ഇങ്ങനെ പഠിച്ചോ, എ ബി ഉണ്ടെങ്കിൽ ബി എ വേണം. എ ബി ഇല്ലെങ്കിലോ? എ ബി ഇല്ലെങ്കിൽ എന്താണ്? എ ബി ഇല്ലെങ്കിൽ ഓൾറെഡി ആ റിലേഷൻ എന്താണ്? എ ബി ഇല്ലെങ്കിൽ ഓൾറെഡി ആ റിലേഷൻ എന്താണ്? സിമ്മട്രിക് ആണ്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് ആണ്. അപ്പോൾ സിമ്മട്രിക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, മൂന്നാമത്തെ ട്രാൻസിറ്റീവ് റിലേഷൻ. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. ട്രാൻസിറ്റീവിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇഫ് എ ബി ബിലോങ്സ് ടു ആർ കോമ ബി സി ബിലോങ്സ് ടു ആർ. റിലേഷനിൽ എ ബി ഉണ്ട്, ബി സി ഉണ്ട്. അങ്ങനെയെങ്കിൽ റിലേഷനിൽ എ ബിയും ബി സി ഉണ്ട് കേട്ടോ. റിലേഷനിൽ എ ബിയും ബി സി ഉണ്ടെങ്കിൽ എന്ത് വേണം? നോക്കി, ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ് എ, എൻഡിങ് ആണ് സി. എ ബി ബി സി ഈ ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ എന്ത് വേണം? എ സി വേണം. അപ്പോൾ എ സി ബിലോങ്സ് ടു ആർ. ഓക്കെ, നോക്കിയേ, ഇഫ് എ ബി ബിലോങ്സ് ടു ആർ കോമ ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ്
AC belongs to R for every ABC belongs to A. അതായത് ഇങ്ങനെ പഠിച്ചാൽ മതി. റിലേഷനിൽ AB എന്ന് പറയുന്ന ഫോം ഉണ്ടെങ്കിൽ എന്ത് വേണം? AC വേണം. ഇതിന് അഡീഷൻ ആയിട്ട് ഒന്നും കൂടെ പഠിക്കണേ, ഒരു കാര്യം കൂടെ പഠിക്കൽ നിർബന്ധമാണ്. ഇഫ് AB, BA belongs to R. ഈ ഫോർമാറ്റ് നോക്കിട്ടോ, ശ്രദ്ധിക്കണേ. ABBC ഉണ്ടെങ്കിൽ ഇവിടെ A സ്റ്റാർട്ടിങ് അല്ലേ, C എൻഡിങ് അല്ലേ, അപ്പം എന്ത് വേണം? AC വേണം. നോക്കിയേ, ABBA എന്ന് പറയുന്ന ഫോർമാറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ടിങ് എന്താടാ? ഇവിടെ സ്റ്റാർട്ടിങ് A അല്ലേ, ഇവിടെ എൻഡിങ്ങോ A അല്ലേ. അപ്പോൾ ABBA ഉണ്ടെങ്കിൽ എന്ത് വേണം? AA വേണം. ഇംപ്ലൈസ് AA. ഒന്നും കൂടി ശ്രദ്ധിക്കട്ടോ, ഓർഡറിന് ഇമ്പോർട്ടൻ്റ് ഇല്ലേ. അപ്പം എന്ത് വേണം? ഈ BA AB വേണമെങ്കിൽ ആദ്യം വരാം. ശ്രദ്ധിച്ചോ, ഇവിടെ ABBA അല്ലേ, നേരെ തിരിച്ച് BA ആദ്യം എഴുതി ദെൻ AB രണ്ടാമതും എഴുതി. അപ്പം എന്ത് വേണം? സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വേണ്ടേ. അപ്പം എന്ത് വേണം? നോക്കി, ഇവിടെ സ്റ്റാർട്ടിങ് B ആണ്, ഇവിടെ എൻഡിങ്ങും B അല്ലേ. അപ്പോൾ ABBA ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും AA വേണം. നേരെ തിരിച്ചെഴുതിയാൽ BA ആദ്യം എഴുതി, AB സെക്കൻഡും എഴുതി. അപ്പം എന്ത് വേണം? ഇവിടുത്തെ സ്റ്റാർട്ടിങ് B അല്ലേ, എൻഡിങ്ങും B അല്ലേടാ. അപ്പം ഇങ്ങനെ പഠിച്ചോ, ABയും BAയും ഉണ്ടെങ്കിൽ എന്തൊക്കെ വേണം? AAയും വേണം, BBയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷൻ എന്താവുള്ളൂ? ട്രാൻസിറ്റീവ് ആകുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രാൻസിറ്റീവിൽ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ ആ റിലേഷനിൽ ABBC എന്ന് പറയുന്ന ഫോം ഉണ്ടെങ്കിൽ എന്ത് വേണം? AC വേണം. അതിനോട് കൂടെ ചേർത്ത് വെച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്, ABയും BAയും ഉണ്ടെങ്കിൽ എന്തും കൂടെ വേണം? AAയും BBയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷൻ എന്താവുള്ളൂ? ട്രാൻസിറ്റീവ് ആവുള്ളൂ. അപ്പോൾ ഒരു കുട്ടിക്ക് സംശയം, ABBC എന്ന് പറയുന്ന ഫോം ഇല്ലെങ്കിലോ? ABBC എന്ന് പറയുന്ന ഫോം ഇല്ലെങ്കിൽ AC വേണ്ടാന്നല്ല, ABBC എന്ന് പറയുന്ന ഫോം ഇല്ലെങ്കിൽ ആ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. എപ്പോഴാ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ലാണ്ടിരിക്കുക? ആ റിലേഷനിൽ ABBC എന്ന് പറയുന്ന ഫോർമാറ്റ് ഉണ്ടായിട്ട് AC ഇല്ലാണ്ടിരുന്നാൽ മാത്രമേ ആ റിലേഷൻ എന്താവാണ്ടിരിക്കുള്ളൂ? ട്രാൻസിറ്റീവ് ആവാണ്ടിരിക്കുള്ളൂ. അപ്പോൾ റിഫ്ലക്സീവ് പറഞ്ഞു, സിമ്മട്രിക്കും പറഞ്ഞു, ട്രാൻസിറ്റീവും പറഞ്ഞു. ഒരു റിലേഷൻ റിഫ്ലക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ ആ റിലേഷൻ എന്താണ്? ഇക്വലൻസ് റിലേഷനാണ്. നോട്ട് ചെയ്ത് വെച്ചോ, ഒരു റിലേഷൻ റിഫ്ലക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ ആ റിലേഷനെ വിളിക്കുന്ന പേരാണ് ഇക്വലൻസ് റിലേഷൻ. ഇനി റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ അല്ലേ ചാപ്റ്ററിൻ്റെ പേര്? റിലേഷൻ പറഞ്ഞു കേട്ടോ, ഇനി ഫങ്ഷൻ പറയാമേ. അപ്പോൾ ശ്രദ്ധിച്ചേട്ടോ, നമുക്കറിയാം എല്ലാ റിലേഷനും ഫങ്ഷൻ ആണോ? എല്ലാ റിലേഷനും ഫങ്ഷൻ അല്ല. എല്ലാ ഫങ്ഷനും റിലേഷൻ ആണോ? യെസ്. എല്ലാ റിലേഷനും ഫങ്ഷൻ അല്ല, പക്ഷെ എല്ലാ ഫങ്ഷനും എന്താണ്? റിലേഷൻ ആണ്. അപ്പോൾ ഒരു റിലേഷൻ ഫങ്ഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താ? ശരിക്കും ശ്രദ്ധിക്കണേ. ഒരു റിലേഷൻ ഫങ്ഷൻ ആവണമെങ്കിലുള്ള കണ്ടീഷൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, പെട്ടെന്ന് ക്ലിക്ക് ആവുക. ഫങ്ഷൻ ഫ്രം A to B ആട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇതാണ്. A എന്ന് പറഞ്ഞാൽ 1 2 3 4 5. ഓക്കെ, B എന്ന് ഇതാണ് A കേട്ടോ. ഇനി B ആണ്. B എന്ന് പറഞ്ഞാൽ 6 7 8 9 10 11. റിലേഷൻ ആണെങ്കിൽ ഇതന്നെ ഒരു എംപ്റ്റി റിലേഷനാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് 1 6 1 7 1 8 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ റിലേഷൻ ആയി. പക്ഷെ ഫങ്ഷൻ ആവില്ല കേട്ടോ. ഫങ്ഷൻ ആവണമെങ്കിൽ ക്രൈറ്റീരിയ എങ്ങനെയാണ്? ഫങ്ഷൻ ഫ്രം A to B. ശ്രദ്ധിക്കണേ, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ, സപ്പോസ് ഫങ്ഷൻ ആവണമെങ്കിൽ ഏതിൽ നിന്നാ? എയിൽ നിന്നല്ലേ. അപ്പം ഏതിൽ നിന്നാണോ ആ സെറ്റിലുള്ള എല്ലാ എലമെൻസിനും, ഇപ്പോൾ 1 2 3 4 5 എന്താണ്? എയിലെ എലമെൻസ് ആണ്. ഈ സെറ്റിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ ഇമേജ് വേണം, കണക്ഷൻ വേണം. നോക്കിയേ, 1 6 2 7 3 8 4 9 5 10. ഓക്കെ, എല്ലാ എലമെൻറ്റിനും കണക്ഷൻ വേണം. ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിനും ഒന്നിൽ കൂടുതൽ കണക്ഷൻ പാടില്ല. ഓൾറെഡി 1ന് 6 ഉണ്ട്, ഇനി 1ന് 7 8 9 10 11 പാടില്ല. അപ്പോൾ ഒരു റിലേഷൻ ഫങ്ഷൻ ആവണമെങ്കിൽ
ഫങ്ഷൻ ഫ്രം എ ടു ബി ആണെങ്കിൽ ഏതിൽ നിന്നാണോ ആ സെറ്റിലുള്ള എല്ലാ എലമെൻസിനും വൺ ആൻഡ് ഓൺലി ഒറ്റ ഇമേജ് മതി, ഒന്നിൽ കൂടുതൽ ഇമേജ് പാടില്ല. എല്ലാ എലമെൻറ്റിനും കണക്ഷമാണ് കേട്ടോ. നോക്കിയേ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാമേ. സപ്പോസ് ശരിക്കും ശ്രദ്ധിച്ചാട്ടോ, 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇതാണ് എ, ഇതാണ് ബി. ഓക്കെ, 1 5 2 6 3 7. ഇത് ഫങ്ഷൻ ആണോ? ഫങ്ഷൻ അല്ല. കാരണം എന്താ? ഇവിടെ 4 ഇമേജ് ഇല്ലല്ലോ, എല്ലാ എലമെൻസിനും ഇമേജ് വേണ്ടേ. അപ്പോൾ എന്താണ്? നോട്ട് എ ഫങ്ഷൻ അല്ല. ഇനി ഒന്നും കൂടെ ശ്രദ്ധിക്കണേ, ഇത് നിങ്ങൾ പറയണം ഫങ്ഷൻ ആണോ ഇല്ല കേട്ടോ, വിത്ത് റീസൺ. 5 6 7 8 9 ശ്രദ്ധിച്ചേട്ടോ, ഫങ്ഷൻ ആണോ? അല്ല. കാരണം എന്താ? ഫങ്ഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താ? എല്ലാ എലമെൻറ്റിനും കണക്ഷൻ വേണം, ഒരു എലമെൻറ്റിനും ഒന്നിൽ കൂടുതൽ കണക്ഷൻ പാടില്ല. ഇവിടെ 4ന് കണക്ഷൻ മീൻസ് ഇമേജ് ആട്ടോ. 4ന് ഇമേജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? ഫങ്ഷൻ അല്ല. ഇവിടെ നോക്കിയേ, 4ന് 2 ഇമേജ് ഉണ്ട്, 8 ഉണ്ട് 9 ഉണ്ട്. അപ്പോൾ ഒരു എലമെൻറ്റിന് 2 ഇമേജ് ആയില്ലേ, അപ്പോൾ ഫങ്ഷൻ അല്ലല്ലോ. അപ്പോൾ ഫങ്ഷൻ്റെ ക്രൈറ്റീരിയ എന്താ? എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എല്ലാ എലമെൻറ്റിനും എന്ത് വേണം? ഇമേജ് വേണം. ഒരു എലമെൻറ്റിനും ഒന്നിൽ കൂടുതൽ ഇമേജ് പാടില്ല. അപ്പോൾ ഫങ്ഷൻ നമ്മൾ ഓക്കെ ആയിട്ടോ. ഇനി ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ഇമ്പോർട്ടൻ്റ് ആട്ടോ. ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ശരിക്ക് മീനിങ് അറിഞ്ഞ് പഠിക്കണേ. ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, ഒന്നാമത്തെ ഫങ്ഷനാണ് 1 ഫങ്ഷൻ. ആ പേരിലേ ഉണ്ട് കേട്ടോ, 1 ഒരാൾക്ക് 1, 1 ഫങ്ഷൻ. ഓക്കെ, ഒറ്റ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. ഒരു ഫങ്ഷൻ 1 ആവണമെങ്കിൽ ഒറ്റൊരു സെൻറ്റൻസ് പഠിച്ചാൽ മതി. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് should have distinct image. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടെങ്കിൽ ആ ഫങ്ഷൻ എന്തായി? 1 ഫങ്ഷനായി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. 1 2 3 4 5 6 7 8 എ ബി. നോക്കിയേ, 1 5 2 5 3 5 4 5 ഫങ്ഷനാണ്. കാരണം എന്താ? എല്ലാ എലമെൻറ്റിനും ഇമേജ് ഉണ്ട്, ഒരു എലമെൻറ്റിനും ഒന്നിൽ കൂടുതൽ ഇമേജ് ഇല്ല. ഫങ്ഷനാണ്, പക്ഷേ 1 അല്ല. കാരണം എന്താ? ഒരു ഫങ്ഷൻ 1 ആവണമെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് ഷുഡ് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്. ഇപ്പോൾ എയിൽ 1 2 3 4 എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റാ. അപ്പോൾ 1ന് എന്തുണ്ട്? 5 ഇമേജ് ഉണ്ട്. ഇനി 2ക്കും 5 ആയി, 3ക്കും 5 ആയി, 4ക്കും 5 ആയി. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിന് സെയിം ഇമേജ് വന്നു. 1 അല്ല. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫങ്ഷൻ എന്താവുള്ളൂ? 1 ആവുള്ളൂ. അതായത് ശ്രദ്ധിക്കണം കേട്ടോ, ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു ആരോ ഡയഗ്രാം വരച്ചാൽ 1 2 3 4 5 6 7 8 9 10 11 12 1 6 2 7 3 8 4 9 5 10. ഇതാണ് എ, ഇതാണ് ബി. ഇത് ഫങ്ഷനാണ്. 1ഉം 2ഉം 3ഉം 4ഉം 5ഉം എന്താണ്? ഡിസ്റ്റിങ്ക്റ്റാ. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിന് എന്തുണ്ട് മക്കളെ? ഡിസ്റ്റിങ്ക്റ്റ് ഇമേജാ. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടെങ്കിൽ ആ ഫങ്ഷൻ എന്താണ്? 1 ഫങ്ഷനാണ്. അപ്പോൾ കോൺസെപ്റ്റ് കിട്ടിയിട്ടോ. നമുക്കിത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യണം. ഓക്കെ, കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. ഫങ്ഷൻ 1 ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടെങ്കിൽ 1 ഇത് നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മീനിങ് പഠിക്കണേ. ഓക്കെ, ഈ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് പഠിക്കണം കേട്ടോ. അപ്പോൾ വർക്കിംഗ് റൂളാ. എക്സാമിന് ചോദിക്കും അവർ, എങ്ങനെ ഫങ്ഷൻ 1 ആണോ അല്ലേ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഫങ്ഷൻ 1 ആണോ അല്ലേ എന്ന് 2 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത് കാണിക്കണം. അതിനുള്ള സ്റ്റെപ്പുകളാണ്. ഓക്കെ, 3 സ്റ്റെപ്പ് ഉണ്ട്. വർക്കിംഗ് റൂൾ ടു ചെക്ക് 1
ടു ചെക്ക് 1 1. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പാണ് സെലക്ട് 2 elements റാൻഡംലി. ഓക്കെ, 2 എലമെൻറ്റ് റാൻഡംലി എടുക്കുക കേട്ടോ. ഓക്കെ, 2 എലമെൻറ്റ് എന്തെടുത്തു? x1ഉം x2 എടുത്തു. 2 എലമെൻ്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പുട്ട് f of x1 equal to f of x2, f of x1 equal to f of x2. ശ്രദ്ധിച്ചോ, ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി. നമ്മളിത് 1 1 ആണോ അല്ലേ ചെക്ക് ചെയ്യാണ്. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് സെലക്ട് 2 elements റാൻഡംലി, അതായത് എയിൽ നിന്ന് 2 എലമെൻറ്റ് റാൻഡംലി എടുത്തു. ഏത് എലമെൻറ്റും ഞാൻ x1 x2 എടുത്തു. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പുട്ട് f of x1 equal to f of x2. നമ്മൾ കൊടുക്കുക f of x1 equal to f of x2 എന്ന് കൊടുക്കുകയാണേ. f of x1 equal to f of x2 കൊടുത്തു. ഓക്കെ, ഇനി മൂന്നാമത്തതേ ഓക്കെ f of x1 equal to f of x2. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സോൾവ് ദ ഇക്വേഷൻ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക. f of x1 ഒരു ഇക്വേഷൻ ആയിരിക്കും, f of x2 വേറെ ഇക്വേഷൻ ആയിരിക്കും. എന്നിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് x1 equal to x2 ഓൺലി, അതായത് f of x1 equal to f of x2 കൊടുത്തു. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ f of x1 f of x2 ഈക്വൽ ആവുന്നത് x1ഉം x2ഉം ഈക്വൽ ആകുമ്പോൾ മാത്രമേ എന്താവുള്ളൂ? f of x1ഉം f of x2ഉം ഈക്വൽ ആകുന്നുള്ളൂവെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? 1 1 ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യുക, x1 equal to x2 ഓൺലി കിട്ടുകയാണെങ്കിൽ അതെന്താണ്? 1 1 ആണ്. ഇനി x1 നോട്ട് ഈക്വൽ ടു x2, അതായത് x1ഉം x2ഉം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിലും f of x1 equal to f of x2 കിട്ടുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ 1 1 അല്ല. ഒരു ഫംഗ്ഷൻ 1 1 അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് മെനി വൺ ഫംഗ്ഷൻ. അപ്പോൾ ശ്രദ്ധിച്ചോ, എക്സാമിന് ചോദിക്കലുണ്ട് വർക്കിംഗ് റൂൾ ടു ഫൈൻഡ് 1 1 ഫംഗ്ഷൻ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യുക? 2 എലമെൻ്റ് എടുക്കുക, x1ഉം x2ഉം. രണ്ടാമത്തെ സ്റ്റെപ്പോ f of x1 equal to f of x2 കൊടുക്കുക. മൂന്നാമത്തതോ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ x1ഉം x2ഉം ഈക്വൽ ആകുമ്പോൾ മാത്രമേ f of x1ഉം f of x2ഉം ഈക്വൽ ആകുന്നുള്ളെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്. x1ഉം x2ഉം ഡിസ്റ്റിങ്ക്റ്റ് ആകുമ്പോൾ f of x1ഉം f of x2ഉം ഈക്വൽ ആകുന്നുള്ളെങ്കിൽ ആ ഫംഗ്ഷൻ 1 1 അല്ല. ഒരു ഫംഗ്ഷൻ 1 1 അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് മെനി വൺ ഫംഗ്ഷൻ. ഈ 1 1ൻ്റെ മറ്റൊരു പേരാ മക്കളെ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ കേട്ടോ. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയും കാണാം ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. 1 1ൻ്റെ വേറൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് വർക്കിംഗ് റൂള്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ആ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, സപ്പോസ് എക്സാമ്പിൾ ചോദിച്ചു f of x equal to 2x plus 3. ഓക്കെ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആട്ടോ, r to r ആണെങ്കിൽ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, r to r, റിയൽ നമ്പർ ടു റിയൽ നമ്പർ. f of x equal to 2x plus 3. ഈ ഫംഗ്ഷൻ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എപ്പോഴാണ് 1 1 ആവുക? ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് പറ. 3 സ്റ്റെപ്പിലെ മക്കളെ 1 1 പ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താടാ പറഞ്ഞേ? ഒരു ഫംഗ്ഷൻ 1 1 ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് f of x1 equal to f of x2 കൊടുക്കല്ലേ. 2 എലമെൻ്റ് എടുക്കുക, x1ഉം x2ഉം. എന്നിട്ട് എന്ത് ചെയ്യുക? f of x1 equal to f of x2 കൊടുക്കുക. f of x എന്താ മക്കളെ? 2x plus 3 അല്ലേ. അപ്പോൾ f of x1ഓ? f of x1 is equal to എന്താ? 2x1 plus 3, 2x1 plus 3. f of x2ഓ? f of x2 is equal to 2x2. f of x എന്ന് പറഞ്ഞാൽ 2x plus 3. f of x1 2x1 plus 3. f of x2ഓ? 2x2 plus 3. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പോ f of x1 equal to f of x2 കൊടുക്കല്ലേ. അപ്പോൾ എന്ത് ചെയ്തു ഞാൻ? f of x1 equal to f of x2 കൊടുത്തു. വാട്ട് ഈസ് f of x1? വാട്ട് ഈസ് f of x1? 2x1 plus 3 is equal to what is f of x2? What is f of x2? 2x2 plus 3. ഈ 3യും 3യും കട്ട് ചെയ്തൂടെ? ബാക്കി എന്താ ഉള്ളത്? 2x1 equal to 2x2, 2x1 equal to 2x2. ഈ 2ഉം 2ഉം കട്ട് ചെയ്തൂടെ? ബാക്കി എന്താ ഉള്ളത്? x1 equal to x2. അതായത്
x1 = x2 കിട്ടിയില്ലേ? x1 = x2 ആണെങ്കിൽ ആ റിലേഷൻ എന്താണ്, സോറി ആ ഫംഗ്ഷൻ എന്താണ്, 1 1 ആണ്. ഇങ്ങനെയാണ് 1 1 ചെക്ക് ചെയ്യട്ടോ. ഇനി ഓൺ ടു, ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഫംഗ്ഷൻ ആണ് ഓൺ ടു ഫംഗ്ഷൻ. 1 1 കഴിഞ്ഞു, ഇനി ഓൺ ടു ട്ടാ. 1 1 ആണെങ്കിൽ കണ്ടീഷൻ എന്താടാ, ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ 1 1 ആവുള്ളൂ ട്ടാ. 1 1 ഫംഗ്ഷൻ. ഇനി ഓൺ ടു ആട്ടോ, ഓൺ ടു ഫംഗ്ഷൻ. നെക്സ്റ്റ് ടൈപ്പാണ് ഓൺ ടു ഫംഗ്ഷൻ. നമ്മളിപ്പോൾ തിയറി മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, പ്രോബ്ലം വഴിയേ വരും. തിയറി ഓക്കെ ആണെങ്കിൽ ചാപ്റ്റർ സിമ്പിളാണ്, കാര്യങ്ങൾ മനസ്സിലാവണമല്ലോ. ഓൺ ടു ഫംഗ്ഷൻ പറയുന്നതിൻ്റെ മുന്നേ ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും കോഡൊമൈനും മനസ്സിലാക്കണം കേട്ടോ. ഫോർ എക്സാമ്പിൾ ശരിക്കും ശ്രദ്ധിച്ചേട്ടോ, സിമ്പിളാണ്. ABCD മതി. ഓക്കെ, 1 2 3 4 5 6 7 8 ഇതാണ് A, ഇതാണ് B. ഓക്കെ, A1 B2 C3 D4. എന്താണ് ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും കോഡൊമൈനും മനസ്സിലാക്കണം. ഡൊമൈനും റേഞ്ചും കോഡൊമൈനും അതിൻ്റെ ബേസിലാണ് ഓൺ ടു ഫംഗ്ഷൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഫ്രം A to B ആട്ടാ. എയിൽ നിന്ന് ബിയിലേക്കാ ഫംഗ്ഷൻ കേട്ടോ. എപ്പോഴും നമ്മൾ അങ്ങനെ പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കാ ഫംഗ്ഷൻ. ഏതിൽ നിന്നാണോ, എന്നല്ലേ, ഓക്കെ, ഏതിൽ നിന്നാണോ ആ സെറ്റിലുള്ള എലമെൻസിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ABCD ഇതാണ് മക്കളെ എന്ത്, ഡൊമൈന്. ഓക്കെ, ഇനി ഏതിലേക്കാ, ഫംഗ്ഷൻ ഫ്രം A to B അല്ലേ, ബിയിലേക്കല്ലേ. ഏതിലേക്കാണോ ആ സെറ്റിലുള്ള എല്ലാ എലമെൻസിനെയും വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. ഡിഫറൻസ് മനസ്സിലാക്കണേ, കോഡൊമൈൻ. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ ബിയിൽ എയുമായിട്ട് കണക്ഷൻസ് ഉള്ള, അതായത് 1 കണക്ഷൻ ഉണ്ടല്ലേ, ബിയുമായിട്ട് A ഉണ്ട്, 2 B ഉണ്ട്, 3 C ഉണ്ട്, 4 D ഉണ്ട്. ഈ കണക്ഷൻസ് ഉള്ള എലമെൻസുകളുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റേഞ്ച്. അപ്പോൾ റേഞ്ചും കോഡൊമൈനും ഡിഫറൻസ് മനസ്സിലാക്കണേ. അപ്പോൾ ഇതാണ് മക്കളെ എന്തെന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ഉള്ള, ബിയിൽ എയുമായിട്ട് കണക്ഷൻസ് ഉള്ള എലമെൻസിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. അപ്പോൾ റേഞ്ചും കോഡൊമൈനും ഡിഫറൻസ് മനസ്സിലാക്കണേ. ഫംഗ്ഷൻ ഫ്രം A to B ആണെങ്കിൽ ഏതിൽ നിന്നാണോ ആ സെറ്റിലുള്ള എല്ലാ എലമെൻസിനെയും വിളിക്കുന്ന പേരാണ് ഡൊമൈന്. ഏതിലേക്കാണോ ആ സെറ്റിലുള്ള എല്ലാ എലമെൻസിനെയും വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. ഇനി ബിയിൽ എയുമായിട്ട് കണക്ഷൻസ് ഉള്ള ആ എലമെൻസുകളുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. ഇനി ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ ഓൺ ടുവിൻ്റെ വേറൊരു പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ. 1 1 എന്തായിരുന്നു, ഇൻജക്റ്റീവ് അല്ലേ, ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ സർജറി അല്ലേ. അതേപോലെ 1 1 മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ്. ഓൺ ടുവിൻ്റെ മറ്റൊരു പേരോ സർജക്റ്റീവ് ഫംഗ്ഷൻ. ഓൺ ടുവിൻ്റെ മറ്റൊരു പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ കേട്ടോ. അപ്പോൾ ഒറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ, ഓൺ ടു ആണ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താടാ, ആ ഫംഗ്ഷൻ്റെ റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്, ഓൺ ടു ആണ്. 1 1 ആണെങ്കിൽ കണ്ടീഷൻ എന്താ, ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വേണം. ഓൺ ടു ആണെങ്കിൽ റേഞ്ച് ഈക്വൽ ടു, നോക്കിയടാ, റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്, ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി ഓൺ ടു ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, വർക്കിംഗ് റൂൾ ഇത് നമുക്ക് ഈ ഓൺ ടു ചെക്ക് ചെയ്യുന്നതിൻ്റെ വർക്കിംഗ് റൂൾ ഇൻവേഴ്സ് കാണാൻ ഉപകരിക്കും കേട്ടോ. ഇൻവേഴ്സിനും സെയിം സ്റ്റെപ്പുകളാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പുട്ട് f(x) = y. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ f(x) = 4x + 3 അങ്ങനെ എന്തെങ്കിലും തരും. എന്നിട്ട് അത് ഓൺ ടു ആണോ അല്ലെ ചെക്ക് ചെയ്യാൻ പറയും. അതെങ്ങനെ ചെക്ക് ചെയ്യുക ചോദിച്ചാൽ വൈക്ക് നിങ്ങൾ എന്ത് കൊടുക്കുക, f(x) = y കൊടുക്കുക, f(x)ന് y എന്ന് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് പുട്ട്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് x in terms of y. സാധാരണ y = എന്ന് പറഞ്ഞാൽ തരിക, നേരെ തിരിച്ച്
എക്സ് ഇൻ ടേംസ് ഓഫ് വൈയിൽ എഴുതുക. എക്സ് ഇൻ ടേംസ് ഓഫ് വൈയിൽ എഴുതുക. മൂന്നാമത്തെ സ്റ്റെപ്പ് ചെക്ക് ദ വാല്യൂസ് ഓഫ് വൈ. വൈൻ്റെ വാല്യൂസ് ചെക്ക് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂസാണ് ഡൊമൈന്, വൈൻ്റെ വാല്യൂസാണ് റേഞ്ച് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റേഞ്ച് നോക്കുകയാണ്. ചെക്ക് ദ വാല്യൂസ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റേഞ്ചിൻ്റെ വാല്യൂസാണ് വൈ. അപ്പോൾ വൈൻ്റെ വാല്യൂസ് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ, അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് റേഞ്ച് ഈക്വൽ ടു കോഡൊമൈന് കിട്ടുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്, ഓൺ ടു ഫംഗ്ഷൻ ആണ്. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈന് കിട്ടുകയാണെങ്കിലോ ആ ഫംഗ്ഷൻ എന്തല്ല, ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഇനി ഒരു ഫംഗ്ഷന് 1 1 ഓൺ ടു ആണെങ്കിൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. നോട്ട് ചെയ്ത് വെക്കണേ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ എന്താവണം, 1 1 ആവണം, ഓൺ ടു ആവണം. 1 1 ഓൺ ടു ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താവുള്ളൂ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവുള്ളൂ. ഒരു കാര്യം കൂടെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്താവണം, ആദ്യം ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവണം. നോക്കിയേ, എല്ലാ ഫംഗ്ഷനും ഇൻവേഴ്സ് ഉണ്ടാവില്ല. ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ആ ഫംഗ്ഷന് എന്താവണം, 1 1 ഓൺ ടു ആവണം. 1 1 ഓൺ ടു ആണെങ്കിൽ ബൈജക്റ്റീവ് ആകുള്ളൂ. ബൈജക്റ്റീവ് ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ഇൻവേഴ്സ് ഉണ്ടാകുള്ളൂ. നമുക്ക് ഇൻവേഴ്സും കൂടെ കാണാനുണ്ട്, ഡിസ്കസ് ചെയ്ത് തരാം. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എളുപ്പമുള്ള സെക്ഷനാണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. അതായത് 2 ഫംഗ്ഷനെ ചേർത്ത് വെച്ച് ഒരു ഒറ്റ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടാക്കി മാറ്റുകയാണ്. അതിനാണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുക. 2 ഫങ്ഷൻസ് ഉണ്ട്, എഫും ജിയും. ആ 2 ഫംഗ്ഷനും ഡിഫൈൻ ചെയ്തത് എഫ് ഫ്രം എ ടു ബി, ജി ഫ്രം ബി ടു സി. 2 ഫംഗ്ഷൻ എഫും ജിയും ഉണ്ട്. എഫ് എയിൽ നിന്ന് ബിയിലേക്ക്, ജി ബിയിൽ നിന്ന് സിയിലേക്ക്. അപ്പോൾ അതിൻ്റെ ആരോ ഡയഗ്രാമാണ് എഫ് ഫ്രം. നോക്കി, എഫ് ഫ്രം എ ടു ബി, ജി ഫ്രം ബി ടു സി. അപ്പോൾ 2 ഫംഗ്ഷനെ ചേർത്ത് വെച്ച് ഒറ്റ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടാക്കി മാറ്റുകയാണ്. അപ്പോൾ എഫിനെയും ജീനെയും ചേർത്ത് വെച്ചിട്ട് ഒറ്റ ഫംഗ്ഷനാക്കി മാറ്റുക. ഇതാണ് ജി കോമ്പോസിറ്റ് എഫ്. അതായത് എയിൽ നിന്ന് സിയിലേക്കാണ് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 സെൻറ്റൻസ്, 2 സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചാൽ മതി. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജിയും എഫും 2 ഫംഗ്ഷൻ, ആ 2 ഫംഗ്ഷനെ കോമ്പോസിറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഈ ഒരു സിമ്പിളിനെ വായിക്കുക കോമ്പോസിറ്റ് എന്നാട്ടോ. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താടാ, ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ്. അതേപോലെ നോക്കിയേ, ഇവിടെ എഫും ജിയും ഇങ്ങനെ ആവുമ്പോൾ ജി കോമ്പോസിറ്റ് എഫ്. ഇനി ആദ്യം ജിയും സെക്കൻഡ് എഫും ആണെങ്കിൽ നേരെ എന്താവും, എഫ് കോമ്പോസിറ്റ് ജി ആവും. അപ്പോൾ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്താടാ, ജി കോമ്പോസിറ്റ് എഫ് എന്താണ്, ജി ഓഫ് എഫ് ഓഫ് എക്സ്. അങ്ങനെയെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജിയോ പറ, എഫ് കോമ്പോസിറ്റ് ജി, എഫ് ഓഫ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഈ 2 കാര്യം പഠിച്ചാൽ മതി. ഇനി ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്താ, എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇവിടെ 2 എന്താണ്, എഫും ജിക്കും പകരം 2 എഫ് തന്നെ കേട്ടോ. അങ്ങനെയെങ്കിൽ മക്കൾ പറഞ്ഞേ, ജി കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്താടാ, ജി കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ 2 ഫംഗ്ഷന് എഫും ജിയും ഉണ്ട്. എഫ് ഫ്രം എ ടു ബി, ജി ഫ്രം ബി ടു സി. അങ്ങനെയെങ്കിൽ എയിൽ നിന്ന് സിയിലേക്കാണ് ജി കോമ്പോസിറ്റ് എഫ്. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ജി കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. പ്രോബ്ലംസ് വഴിയെ ചെയ്തുതരാം. ഇത്രയും കാര്യങ്ങൾ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ഇത്രയും കാര്യങ്ങളുള്ളൂ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസിൽ നിങ്ങൾ അറിയാനുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ചാപ്റ്ററിലെ അവസാനത്തെ സെക്ഷനാണ് ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ സിമ്പിളാണ്.
ഓപ്പറേഷൻ. എല്ലാ ഓപ്പറേഷനും ബൈനറി അല്ല കേട്ടോ. പലർക്കും അറിയാത്തൊരു കാര്യം, എന്താണ് ഈ ബൈനറി ഓപ്പറേഷൻ, എന്താണ് ഈ ബൈനറി, കറക്റ്റ് കാര്യം എന്താ അറിയില്ല. കുറച്ച് ഇക്വേഷൻസ് ഒക്കെ അറിയാം. ബൈനറി ഓപ്പറേഷൻ, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ഇൻവേഴ്സ്, ഈ 4 കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ബൈനറി ഓപ്പറേഷനിൽ നമുക്ക് തിയറി ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം എന്താണ് ബൈനറി ഓപ്പറേഷൻ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ ഓക്കെ ഓൺ എ സെറ്റ് ചെയ്യേ, എല്ലാ ഓപ്പറേഷനും ബൈനറി അല്ല. ബൈനറി ഓപ്പറേഷൻ ഓൺ എ സെറ്റ് ചെയ്യേ, ഒരു എയിലുള്ള ഒരു സെറ്റിലുള്ള ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ ഫങ്ഷൻ ഫ്രം എ ക്രോസ് എ ടു എ. അതായത് എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, ആ സെറ്റിലുള്ള ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബൈനറി ഓപ്പറേഷൻ ഈസ് എ ഫങ്ഷൻ ഫ്രം എ ക്രോസ് എ ടു എ. ക്രോസ് എയിൽ നിന്ന് എയിലേക്ക് ഒരു ഫങ്ഷൻ ആണെങ്കിൽ അതെന്താണ്? ബൈനറി ഓപ്പറേഷൻ ആണ്. ബൈനറി ഓപ്പറേഷൻ ഈസ് എ ഫങ്ഷൻ ഫ്രം എ ക്രോസ് എ ടു എ. എ ക്രോസ് എയിൽ നിന്ന് എയിലേക്ക് ഒരു ഫങ്ഷൻ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? ഫങ്ഷൻ ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ബൈനറി ഓപ്പറേഷൻ ആവുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ റിലേഷനും ഫങ്ഷൻ ആണോ? അല്ല. ഒരു റിലേഷൻ ഫങ്ഷൻ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? എല്ലാ എലമെൻറ്റിനും എന്ത് വേണം? ഇമേജ് വേണം. പിന്നെ ഒരു എലമെൻറ്റിനും ഒന്നിൽ കൂടുതൽ ഇമേജ് പാടില്ല. അപ്പോൾ എ ക്രോസ് എയിലുള്ള എല്ലാ എലമെൻറ്റിനും എയിൽ ഇമേജ് വേണം. എ ക്രോസ് എയിലുള്ള ഒരു എലമെൻറ്റിനും ഒന്നിൽ കൂടുതൽ ഇമേജ് പാടില്ല. അങ്ങനെ ആ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത എന്തായി? ഫങ്ഷനായി. അപ്പോൾ എ ക്രോസ് എയിൽ നിന്ന് എയിലേക്ക് ഒരു ഫങ്ഷൻ ആണെങ്കിൽ അതെന്താണ്? ബൈനറി ഓപ്പറേഷൻ ആണ്. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ ഓൺ എ സെറ്റ് എ ഈസ് ദ ഫങ്ഷൻ ഫ്രം എ ക്രോസ് എ ടു എ ഓൺ ആർ. ആർ മീൻസ് റിയൽ നമ്പർ. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ ഓൺ ആർ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ആർ ക്രോസ് ആർ ടു ആർ. ഓൺ എൻ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എൻ ക്രോസ് എന്നിൽ നിന്ന് എന്നിലേക്ക് ഒരു ഫങ്ഷൻ ആണെങ്കിൽ അതെന്താണ്? ബൈനറി ഓപ്പറേഷൻ ആണ്. അതിൻ്റെ സിമ്പിളാണ് മക്കളെ സ്റ്റാർ കേട്ടോ. ബൈനറി ഓപ്പറേഷൻ്റെ സിമ്പിളാണ് സ്റ്റാർ. ഓക്കെ, ബൈനറി ഓപ്പറേഷൻ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് അവിടെ പഠിക്കാനുള്ളത്. കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ ഓക്കെ, എയും ബിയും 2 എലമെൻ്റ് ആട്ടോ. എ ക്രോസ് എ മീൻസ് ഓർഡേർഡ് പെയർ അല്ലേ ഉണ്ടാവുക, അപ്പോൾ 2 എലമെൻ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ്റെ സിമ്പിളാണ് സ്റ്റാർ. ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് പറയണമെങ്കിൽ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു, സ്റ്റാർ മീൻസ് സിമ്പിൾ ഓഫ് ബൈനറി ഓപ്പറേഷൻ ആട്ടോ. എ സ്റ്റാർ ബി, എയും ബി 2 എലമെൻ്റ് ആണ്. ഇവിടെ എ ആദ്യം, സെക്കൻഡ് ബി. എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിൽ ആ ബൈനറി ഓപ്പറേഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി രണ്ടാമത്തത് അസോസിയേറ്റീവ് ആവണമെങ്കിൽ ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആവണമെങ്കിൽ ഓക്കെ ശ്രദ്ധിക്കണേ. എ സ്റ്റാർ ബി, ആദ്യം എ സ്റ്റാർ ബി കണ്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക സിയുമായിട്ട്. എ ബി സി 3 എലമെൻ്റ് ഉണ്ട്. എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ആദ്യം നമ്മളിവിടെ എ സ്റ്റാർ ബി കണ്ടു. സ്റ്റാർ മീൻസ് ഓപ്പറേഷൻ, ബൈനറി ഓപ്പറേഷൻ. എനെയും ബിനെയും ഓപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ആ എലമെൻറ്റിനെ സിയുമായിട്ട് ഓപ്പറേറ്റ് ചെയ്തു. അങ്ങനെ കിട്ടുന്ന വാല്യൂ, ആദ്യം ബിയും സിയും ഓപ്പറേറ്റ് ചെയ്തു, ബി സ്റ്റാർ സി കണ്ടു. അതിൽ നിന്ന് എയുമായിട്ട് സ്റ്റാർ ചെയ്യുമ്പോൾ ഈ വാല്യൂവും സെയിം ആണെങ്കിൽ ആ ബൈനറി ഓപ്പറേഷൻ എന്താടാ? അസോസിയേറ്റീവ് ആണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും മനസ്സിലായി. ഇനി മൂന്നാമത്തതാണ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കേട്ടോ. ഡെഫിനേഷൻ പഠിച്ചാൽ മതി. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ ആണെങ്കിൽ, സ്റ്റാർ മീൻസ് ബൈനറി ഓപ്പറേഷൻ. ഇ എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് ആട്ടോ. അതായത് ഓൺ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എയുള്ള എലമെൻറ്റ്, ഓൺ റിയൽ നമ്പർ ആണെങ്കിൽ ആ റിയൽ നമ്പറിലെ എലമെൻറ്റ്. അപ്പോൾ ഒരു എലമെൻറ്റിനെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് വിളിക്കണമെങ്കിൽ
എ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ ആണെങ്കിൽ ഈ ഈനെ വിളിക്കുന്ന പേരാ ഇ ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ്. അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി മീൻസ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ? എ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ ആണെങ്കിൽ ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ്. ഇനി നാലാമത്തതാണ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ കേട്ടോ, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ ഓക്കെ ശ്രദ്ധിക്കണേ. ഇൻവേഴ്സ് ഉണ്ടാവും. ഈ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് കേട്ടോ, ഇതാണ് ഇമ്പോർട്ടൻ്റ്. ഇത് വെച്ചാൽ പ്രോബ്ലം ചെയ്യാം, പ്രോബ്ലം വഴിയെ ചെയ്തു തരാം. ആദ്യം തിയറിയൊക്കെ ഒന്ന് ഓക്കെ ആക്കാം. ഐഡന്റിറ്റി എലമെന്റ് എ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ ഈസ് ഈക്വൽ ടു എ ആണെങ്കിൽ ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ്. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് മക്കളെ ശ്രദ്ധിക്കണേ. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു ഇ. വാട്ട് ഈസ് ഇ? ഇ മീൻസ് ഐഡന്റിറ്റി എലമെന്റ്. അപ്പോൾ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ അല്ലേ? നോക്കിയേ, എയും ബിയും രണ്ട് എലമെന്റ് ആണ്. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. ഈ രണ്ട് എലമെന്റിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടിയാൽ? ഐഡന്റിറ്റി എലമെന്റ് കിട്ടിയാൽ ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ ആൻഡ് എ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ബി. നോക്കിയേ, ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ. എ ബിൻ്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ ബി ആൻഡ് ഇൻവേഴ്സ് ആണെങ്കിൽ നേരെ തിരിച്ച് ഇൻവേഴ്സ് ആയിരിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ബൈനറി ഓപ്പറേഷനിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഒന്നും കൂടെ ലാസ്റ്റ് ഒരു സെക്ഷനും കൂടെ ഉണ്ട്, ബൈനറി ഓപ്പറേഷൻ ടേബിൾ. ഇനി ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ സെക്ഷനാണ് ബൈനറി ഓപ്പറേഷൻ ടേബിൾ. അപ്പോൾ നമ്മുടെ സെറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ നോക്കി, നമ്മുടെ സെറ്റ് ഇവിടെ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്ത് 1 2 3 4 5 ഇത് ഫൈനൈറ്റ്, ആകെ 5 എലമെൻ്റ് ഉള്ളൂ. അപ്പോൾ ആ സെറ്റ് ഏത് സെറ്റിലാണോ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തത് ആ സെറ്റ് ഡിഫൈൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ബൈനറി ഓപ്പറേഷൻ്റെ ടേബിൾ വരയ്ക്കാൻ പറ്റും. അതാണ് ബൈനറി ഓപ്പറേഷൻ ടേബിൾ. എക്സാമിന് ചോദിക്കലുണ്ട്, 3 മാർക്കിന് ടേബിൾ വരയ്ക്കാൻ ചോദിക്കലുണ്ട്. എളുപ്പമാട്ടോ, എല്ലാവരും എന്തോ വലിയ സംഭവം എന്നൊക്കെ വിചാരിക്കും, എളുപ്പമുള്ള കാര്യമാണ്. അവിടെ ഓപ്പറേഷൻ, ഇവിടെ ബൈനറി ഓപ്പറേഷൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു HCF ഓഫ് എ ആൻഡ് ബി ആ. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു HCF. വാട്ട് ഈസ് HCF? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതെന്താ അറിയില്ലേ? HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. അപ്പോൾ എ സ്റ്റാർ ബിൻ്റെ റിസൾട്ട് എന്താണ്? HCF ഓഫ് എ ആൻഡ് ബി. ശ്രദ്ധിച്ചേട്ടോ. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ ടേബിൾ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞാൽ ഏത് സെറ്റിലാണോ 1 2 3 4 5 ആദ്യം ഒരു സ്റ്റാർ ഇടുക, എന്നിട്ട് 1 2 3 4 5 നേരെ എഴുതുക, റോയിൽ എഴുതുക, 1 2 3 4 5 കോളത്തിലും എഴുതുക. എന്നിട്ട് നോക്കുക, അവരെ പറഞ്ഞെന്താ വെച്ചാൽ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു HCF ഓഫ് എ ആൻഡ് ബി ആണ്. അപ്പോൾ നമ്മൾ എ സ്റ്റാർ ബിക്ക് പകരം ശ്രദ്ധിച്ചട്ടോ 1 സ്റ്റാർ 1, എക്കും ബിക്കും പകരം 1 1 ആണ്. HCF ഓഫ് 1 ആൻഡ് 1 എന്താ? 1 തന്നെയല്ലേ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അറിയില്ലേ? ഓക്കെ, 1 സ്റ്റാർ 1 ഈസ് ഈക്വൽ ടു 1 ആണ്. 1 സ്റ്റാർ 2ഓ 1 അല്ലേ? 1 സ്റ്റാർ 3ഓ 1 അല്ലേ? കൺഫ്യൂസിങ് ഉണ്ടോ? ശ്രദ്ധിച്ചോട്ടോ, അങ്ങനെ പറഞ്ഞുതരാം. എങ്ങനെയാണ് 1 സ്റ്റാർ 3 ഈസ് ഈക്വൽ ടു 1 ആയത്? ഇവിടെ ബൈനറി ഓപ്പറേഷൻ്റെ ക്രൈറ്റീരിയ HCF ആണ്. HCF മീൻസ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. 1ന് ആകെ ഒരു ഫാക്ടറേ ഉള്ളൂ, 1. ഇനി 3ൻ്റെ ഫാക്ടറോ? 1 എല്ലാ സംഖ്യേൻ്റെയും ഫാക്ടറാണ്. ഇനി ആ സംഖ്യ തന്നെ അതിൻ്റെ ഫാക്ടർ ആവൂലേ? അപ്പോൾ 3ൻ്റെ ഫാക്ടറാണ് 1ഉം 3ഉം. HCF മീൻസ് ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. ഇവിടെ കോമൺ ഫാക്ടർ 1 മാത്രമേ ഉള്ളൂ അല്ലേ? 2ൽ 1 കോമൺ അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ 1 ആണ് എന്ത് മക്കളെ? HCF എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 സ്റ്റാർ 3 1 ആണ്. 1 സ്റ്റാർ 4ഓ 1, 1 സ്റ്റാർ 5ഓ 1. ഇനി 2 സ്റ്റാർ 1ഓ 1 അല്ലേ? 2 സ്റ്റാർ 2ഓ 2 സ്റ്റാർ 2 എന്താ? 2 അല്ലേ? നോക്കിയേ, 2 സ്റ്റാർ 2, 2ൻ്റെ ഫാക്ടറുകളാണ് 1ഉം 2ഉം. ആ സംഖ്യയും പിന്നെ 1ഉം എല്ലാ സംഖ്യേൻ്റെ ഫാക്ടറാണ്. അപ്പോൾ 2 നോക്കിയേ, 2 സ്റ്റാർ 2 നോക്കിയേ, 2ൻ്റെ ഫാക്ടറാണ് 1ഉം 2ഉം. ഈ രണ്ടും കോമണാണ്, 1ഉം 2ഉം കോമൺ അല്ലേ? അതിൽ വലുത് ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. കോമൺ 1ഉം 2ഉം ഉണ്ട്, അതിൽ വലുത് എന്താടാ? 2 അല്ലേ? അപ്പം എന്താണ്? 2 സ്റ്റാർ 2 2 ആണ്. 2 സ്റ്റാർ 3ഓ 2 സ്റ്റാർ 3 1 അല്ലേ? കാരണം എന്താ? നോക്കിയേ, 2ൻ്റെത് 1ഉം 2ഉം,
3ൻ്റെതോ 1ഉം 3യും കോമൺ 1 മാത്രമേ ഉള്ളൂ. അപ്പം 2 സ്റ്റാർ 3 എന്താണ് 1 ആണ്. 2 സ്റ്റാർ 4ഓ നോക്കിയേ 2 സ്റ്റാർ 4 2ൻ്റെ എന്താടാ 1ഉം 2ഉം 4ൻ്റെതോ 1ഉം 2ഉം 4ഉം ഇല്ലേ 1ഉം 2ഉം 4 എന്താണ് 4ൻ്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ 1ഉം 2ഉം കോമൺ ആണ്. അതിൽ ഹയസ്റ്റ് 2 അല്ലേ. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടറിൻ്റെ കോൺസെപ്റ്റ് കിട്ടി. ഇനി പെട്ടെന്ന് എഴുതാൻ പോവാണ്. 2 സ്റ്റാർ 4 എന്താണ് 2 സ്റ്റാർ 4 2 2 സ്റ്റാർ 5ഓ 1 അല്ലേ. 3 സ്റ്റാർ 1ഓ 1 3 സ്റ്റാർ 2 1 3 സ്റ്റാർ 3 3 3 സ്റ്റാർ 4 യെസ് 1 3 സ്റ്റാർ 5 1 അല്ലേ. ഓക്കെ 4 സ്റ്റാർ 1 1 4 സ്റ്റാർ 2 2 4 സ്റ്റാർ 3 1 4 സ്റ്റാർ 4 4 4 സ്റ്റാർ 5 1 ഓക്കെ. ഇനി 5 സ്റ്റാർ 1 1 5 സ്റ്റാർ 2 1 5 സ്റ്റാർ 3 1 5 സ്റ്റാർ 4 1 5 സ്റ്റാർ 5ഓ 5 അല്ലേ. ഇതാണ് മക്കൾ എന്ത് ബൈനറി ഓപ്പറേഷൻ ടേബിൾ. അപ്പോൾ ഇതോടുകൂടി ചാപ്റ്റർ ഓക്കെ ആയിട്ടുണ്ട്. ഫുൾ തിയറി പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ.